ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനായിരുന്നു ഈ വീഡിയോ വന്നത്. കാരണം എൻ്റെ ലൈഫിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചൊരു കാര്യം. നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ്. എന്താ വെച്ചാൽ നമ്മുടെ കോണ്ടാക്ട്സ് ഇല്ലേ, കോണ്ടാക്ട്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവരുടെ എല്ലാവരും ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും, ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കോണ്ടാക്ട്സ് ഇങ്ങനെയൊക്കെ ഒരു ദിവസം രാവിലെ ഒറ്റയടിക്ക് അങ്ങ് വാനിഷായി. ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു എന്താ ഫോൺ ഓൺ ആവുന്നില്ല, അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്ത് ഒന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മോളുണ്ടായ അന്നോട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഫോണിൽ വെച്ചു. നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ടൈം കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പോസ്റ്റ്പോൺ ചെയ്ത് പോകുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് ജിമെയിലിലേക്ക് അറ്റാച്ച് ചെയ്യും, ഓൾറെഡി ബാക്കപ്പ് ആവും. പിന്നെ ഈ വീഡിയോസ് ഫോട്ടോസൊന്നും ചെയ്തില്ല. അതുപോലെ വാട്സപ്പ് ചാറ്റ് നമ്മുടെ ഐഫോണിലത് ഞാൻ ഓൾറെഡി നെവറാണ് കൊടുത്തിരുന്നത്. എൻ്റെ കൊച്ചിൻ്റെ പിറന്നാളിൻ്റെ വെളുപ്പിന് ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്ത് ഫോൺ അവിടെ വെച്ച് സ്റ്റാറ്റസ് ഇട്ട് ഫോൺ ഓഫാക്കി. രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഐഫോൺ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുൾ, മാനേജ് എന്ന് പറഞ്ഞു. ക്ലിക്ക് ചെയ്തപ്പോൾ ഫോൺ അങ്ങോട്ട് ക്രാഷായി, ഹാർഡ് ഡിസ്ക് ക്രാഷായി. ഞാനങ്ങനെ എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളെ പലരെയും കാണിച്ചു. ഒരു 2-3 ദിവസം പലരുടെയും കയ്യിൽ കൊടുത്തു. പലരും പലതാണ് എന്നോട് പറഞ്ഞത്. ഇത് ഹാർഡ് ഡിസ്ക് ക്രാഷ് ആയതാണ്, റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ പലരും എൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് അത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് കിട്ടും, പക്ഷേ കുറച്ച് കോസ്റ്റ് വരും, കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളാരും കോസ്റ്റ് അപ്പം മാനേജ് ചെയ്യുന്ന ഒരു കാര്യമില്ല. കാരണം അത്ര നമുക്ക് എൻ്റെ മോള് കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോസ് പിന്നെ എനിക്ക് കിട്ടത്തില്ലല്ലോ. അതൊരിക്കലും പിന്നീട് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ അതിന് ഞാൻ കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യും, പൈസ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ടും അത് റെഡി ആവാതെ വീണ്ടും ഞാൻ ഡിസപ്പോയിൻ്റ് ആവുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞു കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജുനൈസ്, ബത്തേരി സെൽ സൊല്യൂഷൻസിൽ ജുനൈസ് എന്നോട് പറഞ്ഞു, സെൽഫോണിക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അനൂപ് എന്നാണ് അവിടുത്തെ സ്റ്റാഫ്, അതിൻ്റെ ഓണറാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെന്നോട് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നുണ്ട്. അനൂപേട്ടൻ എൻ്റെ ഫോൺ കൊണ്ടുപോയി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര സമയം എടുത്താലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ഡാറ്റ മിസ്സാവാതെ എനിക്ക് ആ ഫോണൊന്ന് തിരിച്ചു തരണം, ഡാറ്റ ഒന്ന് റെഡിയാക്കി തരണം. അവർ ഫോൺ കൊണ്ടുപോയി, അവർ നോക്കി. ആദ്യത്തെ ദിവസമൊക്കെ അവരൊന്നും ബുദ്ധിമുട്ടാണ്, കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവന് സമയം എടുത്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. കാരണം നിങ്ങൾ സാധാരണ ഒരു ഫോൺ പോലെ കാണാതെ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഡാറ്റകൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റകൾ, അങ്ങനെ എന്തെങ്കിലും മിസ്സാകുമോ, അങ്ങനെ എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുടുങ്ങിയാൽ ഈ സെൽഫോണിക്സ് കാലിക്കട്ട്, നമ്മുടെ Ksrtc ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് അവർ സമീപിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.